ഞാൻ 3 പ്രാവശ്യം 104 പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് മകനുണ്ടായത്. ചേച്ചി ഈ വർഷം പൊങ്കാല അർപ്പിച്ചിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് നിരന്തരം ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്? ഞാനൊരു 2002 തൊട്ട് ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ബ്രേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ സൗദിയിലായിരുന്നു. പക്ഷെ അവിടെയും ഞാൻ പൊങ്കാല മുടക്കിയിട്ടില്ല. പൊങ്കാല അവിടെ ഗ്യാസ് അടുപ്പിലാണെങ്കിലും പൊങ്കാല ഇടുമായിരുന്നു. ഇപ്പോൾ 2002 തൊട്ട് ഇതുവരേക്കും ഒരു ദിവസം ഒറ്റ പ്രാവശ്യം പോലും പൊങ്കാല മുടങ്ങിയിട്ടില്ല. അല്ലല്ല, ഹസ്ബൻഡ് അവിടെയായിരുന്നു ജോലി. അപ്പം അങ്ങനെ ഞാനിപ്പോൾ 2 വർക്ക് ചെയ്യുന്നുണ്ട്. സി കേരളത്തിൽ അകലെ എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കും, ഫ്ലവേഴ്സിൽ സുഖമോദേവി എന്ന് പറഞ്ഞിട്ട് 8 മണിക്ക്. ഇപ്പോൾ ഒന്നും നോക്കുന്നില്ല. മക്കൾ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ മോൾക്ക് ഇപ്പോൾ 9 വയസ്സായിട്ടേ ഉള്ളൂ. ഇതാവുമ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന പോലെ രാവിലെ പോയിട്ട് വൈകിട്ട് വീട്ടിൽ വരാം. വീട്ടിലത്തെ കാര്യങ്ങളും നടക്കും. അതെ അതെ, എനിക്ക് ഒരുപാട് എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നിർമ്മാല്യത്തിന് വരും. ഇവിടെ തന്നെയായിരുന്നു, അമ്പലത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ലേറ്റായിട്ടാണ് മക്കളായതൊക്കെ. അപ്പോൾ എപ്പോഴും ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് അനുഭവങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ട് ഞാൻ അത് ഇന്ന് രാവിലെയും കൂടെ പൊങ്കാല ഇട്ടുകൊണ്ട് പറയായിരുന്നു. ഞാൻ 3 പ്രാവശ്യം 104 പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് മകനുണ്ടായത്. അതെ പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. എന്തെങ്കിലും ഇതുപോലെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ, എന്താണെങ്കിലും ദേവിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ദേവി. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ വിശ്വാസമാണ്. ഇവിടെ അമ്മയെ എന്താ അതിന് പറയാനറിയില്ല, മുടങ്ങാതെ വരും. ഞാൻ ഇപ്പോൾ പേടാണ് താമസിക്കുന്നെങ്കിലും മിക്കവാറും ഞങ്ങൾ ഇവിടെ വരും മുടങ്ങാതെ. ഇപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ദിവസം നമ്മൾ എല്ലാം ഇങ്ങനെ ഒരു നെയ്ത് നമ്മുടെ കൈകൊണ്ട് അമ്മയ്ക്ക് അർപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയല്ല പൊങ്കാല ഇടുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം നമ്മുടെ കൈകൊണ്ട് ഒരു പായസമാണേലും ഒരു തിരളിയാണേലും മണ്ടപ്പറ്റാണേലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് പൊങ്കാല ഇടുമ്പോൾ തോന്നുക. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പം എന്നെ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ പക്ഷെ സുന്ദര കില്ലാടി ഈ യൂട്യൂബിലും ഇതെല്ലാം കണ്ടിട്ട് കുറേയധികം പേര് ചോദിക്കാറുണ്ട്, സുന്ദര കില്ലാടിയിൽ അഭിനയിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അത് പക്ഷെ അന്നത്തെ കാലമായതുകൊണ്ട് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇല്ല. പ്രത്യേകിച്ച് എനിക്കന്ന് എൻ്റെ കരിയറിൻ്റെ തുടക്കം. അപ്പോൾ എനിക്കത് വേണ്ട വിധം മാർക്കറ്റിംഗ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ ഇന്നായിരുന്നു സുന്ദരകില്ലാടി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ തലവര മാറിയേനെ. പഴയ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷേ ഒരിക്കലേ കോടതി സമക്ഷം ബാലൻ വക്കീലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ദിലീപ് അവിടെ ന്യൂ തിയേറ്ററിൻ്റെ അവിടെ വന്നു. അപ്പോൾ എന്നെ കണ്ട് ഹായ് എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ വെറുതെ ആരെയും ഇങ്ങനെ ആരാധകരെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മുരുകൻ സാറിൻ്റെ റൂമിലേക്ക് പോകുന്നപ്പോൾ എന്നോട് ചോദിച്ചു, സുമംഗല അക്ക എന്നെ വിളിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം 99 എന്തോ ആണ് സുന്ദര കില്ലാടി. അപ്പോൾ അത്രയും നാളിന് ശേഷം എന്നെ തിരിച്ചറിഞ്ഞു, എന്നെ സുമംഗലാക്കാന്ന് വിളിച്ചു. അതൊരു വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു. പക്ഷെ അപ്പം ഞാൻ വീണ്ടും ഒരു 6 വർഷത്തിന് മുന്നെയാണ് ഞാൻ അഭിനയം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ആ ഒരു സംഭവം. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. എന്നുവെച്ചാൽ കാരണം അവരെന്നെ ഓർത്തിരിക്കുന്നു, ഇത്രയും വർഷത്തിന് ശേഷം അവരെന്നെ ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെയൊന്നുമില്ല. അഭിനയം എങ്ങനെ മാറും? അഭിനയൊന്നും മാറുമൊന്നുമില്ല. അങ്ങനെ തന്നെയല്ലേ എല്ലാം.
എല്ലാം ഇപ്പോൾ സിനിമയിലാണെങ്കിൽ കൂടുതൽ ആളുകൾ കാണുന്നു, കൂടുതൽ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത്. ഇപ്പം സീരിയലിന് അത് പറ്റില്ല, കാരണം സീരിയലിൻ്റെ ബഡ്ജറ്റിന് അത് പറ്റില്ലല്ലോ, വളരെ കുറവ് എമൗണ്ടിൽ. സിനിമയെന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കുന്നതാണ്, അപ്പോൾ അത്രയും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിന് അത്രയും ക്വാളിറ്റിയിൽ കിട്ടും. ഇത് ഒരു ദിവസം കൊണ്ട് 2 എപ്പിസോഡ് 3 എപ്പിസോഡ് എടുക്കാനുള്ള പ്രഷർ വരുമ്പോൾ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അത് ആരുടെയും കുറ്റമല്ല, സിസ്റ്റത്തിൻ്റെ ഒരു എല്ലാം ഇത് ഒന്നും ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തത്. എൻ്റെ തിരിച്ചു വരവ് പോലും ഇനി ഞാൻ സീരിയലേ ചെയ്യില്ല. മക്കളായി കഴിഞ്ഞപ്പോൾ ഇനി ഒന്നും ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ മക്കൾക്ക് വേണ്ടി ഇരിക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഡോക്ടേഴ്സ് ജനാർദ്ദനൻ്റെ നീയും ഞാനും സി കേരളത്തിൽ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്കത് വിട്ടുകളയാനും തോന്നിയില്ല. അതാണല്ലോ ഒരു കലാകാരന്മാർക്ക് എപ്പോഴും അതിനൊരു പഴഞ്ചൊല്ല് പറയും, പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല. അത് എപ്പോഴാണേലും അതിന് ഒരവസരം വരുമ്പോൾ നമുക്കത്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ശരി പോവും. അപ്പോൾ എൻ്റെ മോൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. ഇട്ടിട്ട് വരാൻ കുറച്ച് വിഷമമായിരുന്നു, പക്ഷെ അതിലേക്ക് തിരിച്ചു വന്നു. പിന്നെ കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് കിട്ടി. ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. മോൾക്ക് ഇന്ന് താലപ്പൊലിയുണ്ട്. ദേവിക്ക് ഇന്ന് അവൾക്ക് 9 വയസ്സായി. ഇപ്പോൾ ഈ വർഷം കൂടെ താലപ്പൊലി എടുക്കാൻ പറ്റുള്ളൂ. മോൾക്ക് താലപ്പൊലിയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരും. ശരി, വലിയ സന്തോഷം.